children, welcome to Kids Area Online. ഒന്നാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ആയിരുന്നില്ലേ? ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ അറ്റൻഡ് ചെയ്തായിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ? അതിനു മുൻപ് ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LKG മുതലുള്ള ക്ലാസ് ഉണ്ട്. LKG, UKG, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതുപോലെ ബേസിക് കോഴ്സസ്, അത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് ടൈം വരുന്നത്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ കോഴ്സ് ആവശ്യമാണ് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ലിസൺ ആൻഡ് ഡു. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? ലിസൺ ആൻഡ് ഡു. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. ടീച്ചർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, അത് ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഡോഗ് ഉണ്ട്, ഡോഗിലെ പപ്പി ഉണ്ട്, പാരറ്റ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, വാളിൽ ക്ലോക്ക് ഉണ്ട്, ടോയ് കാർ ഉണ്ട്. ഇവിടെ ഒരു 5 കോളവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഡു യു നോ ദ പപ്പി? പപ്പി അറിയാവോ എന്ന് കുട്ടികളോട് ടീച്ചർ ചോദിക്കും. അതിനുശേഷം നമ്മുടെ പപ്പിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഓരോന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ് എന്നിങ്ങനെ കുട്ടികളോട് ആദ്യം ഇന്ററാക്ട് ചെയ്യും. ഓരോ പിക്ചറിനെ കുറിച്ചും ടീച്ചർ ഓരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് അവരോട് ചോദിക്കും. ടീച്ചർ ഇവിടെ കുറച്ച് സെന്റൻസ് പറയും. ആ സെന്റൻസ് ശരിയാണെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ ക്രോസ് സിമ്പൽ കൊടുക്കുക. ശരിയാണെങ്കിൽ ടിക്ക് മാർക്കും തെറ്റാണെങ്കിൽ ക്രോസ് സിമ്പലും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടത്തെ ഗെയിം എന്ന് പറയുന്നത്. ഗെയിമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കുട്ടികളോട് ചോദിക്കാം. അപ്പോൾ നമുക്കിത് നോക്കാം. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കുട്ടികളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. മാറ്റിനു മുകളിൽ പപ്പി ഉറങ്ങുകയാണ്. ശരിയാണെങ്കിൽ ശരി ചിഹ്നം കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റു കൊടുക്കുക. ഒന്നാമത്തേതിലാണ് കേട്ടോ. അപ്പോൾ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ? യെസ്, ശരിയാണ്. പപ്പി എന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്. അപ്പോൾ ശരി ചിഹ്നം കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എ ടോയ് കാർ ഈസ്, വേർ ഈസ് ടോയ് കാർ? യെസ്, ടോയ് കാർ ഈസ് ഹിയർ. എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ശരിയാണോ തെറ്റാണോ? ടീച്ചർ നല്ല പഠിപ്പിച്ചു. ഓൺ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ എന്ന് പറയുന്നത് എന്താണ്? നിയർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ പറയുന്നത് എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടോയ് കാർ ടേബിളിന് മുകളിലാണ്. ശരിയാണോ തെറ്റാണോ? അതാണ് എഴുതാനുള്ളത്. ശരിയാണോ തെറ്റാണോ? എന്താണ്? തെറ്റാണ്. അപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ തെറ്റാണെന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. മൂന്നാമത്തെ ചോദ്യം, എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പാരറ്റ് ആകാശത്ത് പറക്കുവാണോ? നോ, തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റാണ്. മൂന്നാമത്തെ കോളത്തിൽ തെറ്റെന്ന് എഴുതണം, തെറ്റ് വരയ്ക്കണം. ഓക്കെ, ഇതാണ് മൂന്നാമത്തേത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം വരുന്നത്, എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. കാറ്റ് ടേബിളിന് മുകളിലാണ്. ശരിയാണോ തെറ്റാണോ? നാലാമത്തെ ചോദ്യമാണ്. ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, വേർ ഈസ് ക്ലോക്ക്? യെസ്, എ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ.
ക്ലോക്ക് വാളിന് മുകളിലാണ്, പുറത്താണ്. ശരിയാണോ തെറ്റാണോ? ഓൺ. യെസ്, ശരിയാണ്. അപ്പോൾ 5ാമത്തെ ചോദ്യത്തിന് ശരി ചിഹ്നമാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1ാമത്തേത് ശരിയാണ്, 4ാമത്തേത് ശരിയാണ്, 5ാമത്തേത് ശരിയാണ്. 2ാമത്തേത് തെറ്റായിപ്പോയി, 2ാമത്തേത് തെറ്റായിരുന്നു, 3ാമത്തേത് തെറ്റായിരുന്നു. ഇതായിരുന്നു 1ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ഇനി 2ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. 2ാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ പഠിപ്പിച്ചു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ കാറ്റ്? പപ്പി കാറ്റിനോട് എന്താണ് ചോദിച്ചത്? എന്താണ്? മ്യാവ് എന്ന് കാണുന്നു. ഹൂ സെഡ് മ്യാവ്? ആരാ മ്യാവ് എന്ന് കരയുന്നേ? കാറ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ കാറ്റിനോട് എന്തായിരിക്കും പപ്പി ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും? യെസ് ഐ ക്യാൻ എന്ന് പറയാണ്. യെസ്, അതെ, ഐ ക്യാൻ, എനിക്ക് കഴിയും. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. ടീച്ചർ പഠിപ്പിച്ചു ക്യാൻ. അപ്പോ കഴിയും എന്ന് പറയുകയാണ്. അപ്പൊ കഴിയുമോ എന്നായിരിക്കും എന്താ പപ്പി ചോദിച്ചിട്ടുണ്ടാവുക. അതെങ്ങനെയാ എഴുതുക? ടീച്ചർ ഒത്തിരി തവണ പറഞ്ഞതാ. എങ്ങനെയാ എഴുതുക? ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ കഴിയോ? ക്യാൻ യു സേ മ്യാവ്? ഇതായിരുന്നു ഉത്തരം. ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ കഴിയുമോ? അപ്പൊ പപ്പി എന്ത് പറഞ്ഞു? യെസ് ഐ ക്യാൻ, അതെ എനിക്ക് കഴിയും. അപ്പൊ 2ാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം ക്യാൻ യു സേ മ്യാവ്. ക്യാൻ യു സേ എഴുതുക എന്നുള്ളതായിരുന്നു 2ാമത്തെ ആക്ടിവിറ്റി. കോൺവെർസേഷൻ ആയിരുന്നു. കോൺവെർസേഷൻ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇതേ ചോദ്യം തന്നെയാണ് ടീച്ചർ പഠിപ്പിച്ച് വിട്ടത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഫസ്റ്റും സെക്കൻഡും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 3ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഇതും ടീച്ചർ ഇന്നലെ പറഞ്ഞു എങ്ങനെ കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെന്ന് ഓർമ്മിക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം 3ാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു. 3ാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ മുമ്പേ കളർ ചെയ്യാനുണ്ട്. കളർ ചെയ്യുന്നതിനും ഒരു ഇതുണ്ട്. ടീച്ചർ പറയുന്നത് പോലെ കളർ ചെയ്യണം. വാട്ട് കളർ ഈസ് ദ പാരറ്റ്? പാരറ്റിന്റെ കളർ എന്താണ്? പാരറ്റിന്റെ കളർ എന്തായിരുന്നു? ഗ്രീൻ. അപ്പോൾ പാരറ്റിന് എന്ത് കളർ നൽകണമായിരുന്നു? ഗ്രീൻ കളർ ഇതുപോലെ നൽകണമായിരുന്നു. ഗ്രീൻ കളർ പാരറ്റിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ്. പാരറ്റിന് ഗ്രീൻ കളർ. എല്ലാവരും ഇത് നല്ലതുപോലെ ചെയ്തിട്ടുണ്ടാവും. ചെയ്തല്ലോ. പുറത്തു പോകാതെ ചെയ്യണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ പാരറ്റിന്റെ കളർ എന്തായിരുന്നു? ഗ്രീൻ ആയിരുന്നു. പാരറ്റിന് ഗ്രീൻ കളർ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇത്. ഇനിയുണ്ട് കേട്ടോ, പാരറ്റിന് ഗ്രീൻ കളർ കൊടുക്കുക. ഇനി ഇവിടെയുണ്ട്. ഓക്കെ, പാരറ്റിന് ഗ്രീൻ കളർ. എല്ലാവരും ഇതുപോലെ കളർ ചെയ്തല്ലോ. ഗ്രീൻ കളർ കൊടുത്തുവല്ലോ പാരറ്റിന്. കൊടുത്തു. ഓക്കെ, അടുത്ത ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് വാട്ട് കളർ ഈസ് ഇറ്റ്സ് ബീക്ക്? ബീക്കിന്റെ കളർ എന്താണ്? അതിന്റെ ബീക്കിന്റെ കളർ എന്താണ്? റെഡ് ആണോ യെല്ലോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റെഡ് ആണോ യെല്ലോ ആണോ? വാട്ട് കളർ ഈസ് ഇറ്റ്സ് ബീക്ക്? അതിന്റെ ചുണ്ടിന്റെ കളർ യെല്ലോ ആണോ റെഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. എന്ത് കളറായിരുന്നു? റെഡ് ആയിരുന്നു. അപ്പോൾ എന്ത് കളർ കൊടുക്കുക? റെഡ് കളർ കൊടുക്കുക എന്നുള്ളതായിരുന്നു 2ാമത്തേത്. ഓക്കെ, 3ാമത്തെ ചോദ്യം അതിലെന്തായിരുന്നു? ഈസ് ദെയർ എ റിംഗ് അറൗണ്ട് ഇറ്റ്സ് നെക്ക്? അതിന്റെ കഴുത്തിലൊരു റിംഗ് ഉണ്ടോ? എന്നാൽ ആ കളർ, റിങ്ങിന്റെ കളർ എന്തായിരുന്നു? റിങ്ങിന്റെ കളർ എന്തായിരുന്നു? യെസ്, റെഡ് ആയിരുന്നു. എന്നാൽ ആ കളർ എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. റെഡ് കളർ കൊടുക്കുക. റിങ്ങിന് റെഡ് കളർ കൊടുക്കുക. ഇത് നമ്മുടെ പോളിയാണ് കേട്ടോ, അത് ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, 2ാമത്തെ യൂണിറ്റിൽ പഠിച്ച പോളിയാണ്. അടുത്ത് ചോദിച്ചത് there are leaves on the branch. The parrot is sitting on a branch, right? പാരറ്റ് ബ്രാഞ്ചിലല്ലേ ഇരിക്കുന്നേ. അതിൽ ലീവ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലീവ്സ് ഉണ്ടെങ്കിൽ ആ ലീവ്സിന് കളർ കൊടുക്കാനായിട്ട് പറയാണ്. ലീവ്സിന്റെ കളർ എന്താ? ഗ്രീൻ. അപ്പോൾ ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് പറയാണ്. ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് പറയാണ്. അപ്പോൾ ലീവ്സിന് എന്ത് കളർ കൊടുക്കണം? ഗ്രീൻ കളർ ഈ ലീവ്സിന് കൊടുക്കണം. ഇതായിരുന്നു 3ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഇതിൽ ഡിസ്ക്രിപ്ഷൻ കൂടിയുണ്ട്. ലീവ്സിനെല്ലാം ഗ്രീൻ കളർ കൊടുക്കുക. ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തുവല്ലോ.
പുറത്ത് പോകാതെ ചെയ്യണം കേട്ടോ. പുറത്ത് പോകാതെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ചെയ്തുവല്ലോ. അടുത്ത് പറയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഇനി എന്താണ് എഴുതാനുള്ളത്? ഡിസ്ക്രിപ്ഷനാണ് ഇനി എഴുതാനുള്ളത്. ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും ഇതുപോലെ കളർ ചെയ്തില്ലേ? കളർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതുക? ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യന് കറക്റ്റ് ഉത്തരം നൽകിയാൽ മാത്രം മതിയാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടെ നോക്കി. വാട്ട് ഈസ് ദിസ്? വാട്ട് ബേർഡ് ഈസ് ദിസ്? ഇത് ഏത് ബേർഡാണ്? വാട്ട് ബേർഡ് ഈസ് ദിസ്? അപ്പൊ എന്താ ഉത്തരം പറയാ? ദിസ് ഈസ് എ പാരറ്റ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ദിസ് ഈസ് എ പാരറ്റ്. ദിസ് ഈസ് എ പാരറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് കളർ? വാട്ട് ഈസ് ഇറ്റ്സ് കളർ? ഇതിന്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് യെസ് ഗ്രീൻ കളർ. ഇറ്റ് ഈസ് ഗ്രീൻ എന്ന് എഴുതിയാലും ശരി, ഫുൾ മാർക്സ് തരും കേട്ടോ. ഗ്രീൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്സ് തരും. ഗ്രീൻ കളർ എന്ന് എഴുതിയാൽ നല്ലതാണ്. ഓക്കെ, ഗ്രീൻ എന്ന് എഴുതിയാൽ ഫുൾ മാർക്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അതായത് ഹൗ മെനി ലെഗ്സ് ഡസ് എ പാരറ്റ് ഹാവ്? പാരറ്റിന് എത്ര കാലുകളുണ്ട്? അല്ലെങ്കിൽ ഹൗ മെനി വിങ്സ് ഡസ് എ പാരറ്റ് ഹാവ്? പാരറ്റിന് എത്ര ചിറകുകളുണ്ട്? ഇപ്പൊ 2 ചിറകാണെങ്കിൽ 2 വിങ്സ് എന്ന് എഴുതുക. 2 കാലുകൾ എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, 2 ലെഗ്സ് എഴുതുക. ലെഗ്സോ അല്ലെങ്കിൽ വിങ്സോ എഴുതാം. ദ പാരറ്റ് ഹാസ് 2 ലെഗ്സ് അല്ലെങ്കിൽ വിങ്സ്. രണ്ടും എഴുതിയാലും ശരിയാണ്. വിങ്സ് എന്ന് എഴുതിയാലും ശരിയാണ്, ലെഗ്സ് എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇതായിരുന്നു മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് സിറ്റിംഗ്. അത് ഇരിക്കുന്നു. അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കണം. ഓൺ എന്താ? ഇറ്റ് ഈസ് സിറ്റിംഗ്. ഇസ് ഇറ്റ് ഓൺ എ ട്രീ? ഇതൊരു ട്രീ ആണോ? ട്രീയിൽ തന്നെയാണോ അത് ഇരിക്കുന്നേ? യെസ്, ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ എന്ന് എഴുതിയാലും ശരിയാണ്, ഓൺ എ ബ്രാഞ്ച് എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഓൺ എ ട്രീ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. അല്ലെങ്കിൽ ഓൺ എ ബ്രാഞ്ച് എന്നാണ് എഴുതിയതെങ്കിലും ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, ഇത് 2 ഉത്തരം എഴുതിയാലും ഫുൾ മാർക്സ് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ദ പാരറ്റ് ക്യാൻ ഇറ്റ് ഫ്ലൈ, ക്യാൻ ഇറ്റ് ഡാൻസ്, ക്യാൻ ഇറ്റ് സിംഗ്? 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരം എഴുതണം. ദ പാരറ്റ് ക്യാൻ എന്താ? ഫ്ലൈ, പറക്കും. ഇതായിരുന്നു ഡിസ്ക്രിപ്ഷൻ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഇങ്ങനെ തന്നെയാണോ എഴുതിയേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെന്റൻസ്. പിക്ചേഴ്സ് സെന്റൻസുമായിട്ട് മാച്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഉള്ളത് എന്താണ്? ഫ്രോഗ് ആണ്. ഫ്രോഗ് ഇതിൽ എന്താണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഐ സേ കൊക്കെ ഡൂഡിൽ ഡു, ഞാൻ കൊക്കെ ഡൂഡിൽ എന്ന് പറയും. ഐ ക്യാൻ ജംപ്, ഞാൻ ചാടും. ഐ ആം ബ്ലാക്ക്, എനിക്ക് കറുപ്പ് നിറമാണ്. ഐ എം എ ഡോഗ്, ഞാൻ ഡോഗാണ്. ഐ ലൈക്ക് ഫ്ലവേഴ്സ്, ഞാൻ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നു. ട്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? ഐ ആം എന്ന് പറഞ്ഞ് എഴുതണം, ഐ ക്യാൻ എന്ന് പറഞ്ഞ് എഴുതണം, ഐ സേ എന്ന് പറഞ്ഞ് എഴുതണം. എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ, യൂട്യൂബിലെ കുട്ടികൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ടീച്ചർ ഇതിൽ ഐ ആം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ സേ പറഞ്ഞു, ഐ ക്യാൻ പറഞ്ഞു. നിങ്ങളിത് എഴുതിയിട്ടുണ്ടാവും. എല്ലാവരും എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാം? ഫ്രോഗ് എന്താ ചെയ്യാ? ഫ്രോഗ് എന്താ പറയാ? ഐ ക്യാൻ ജംപ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാടാൻ കഴിയും. ഇനി ഐ സേ കൊക്കഡൂഡിൽ ഡു എന്ന് പറയുന്ന ആരാ? റൂസ്റ്റർ പറയും ഐ സേ കൊക്കഡൂഡിൽ ഡു. ഇനി ഹണി ബി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഹണി ബി ഐ ലൈക്ക് ഫ്ലവേഴ്സ്. ഹണി ബി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഹണി ബി, ഇവിടെ ഹണി ബി ഉണ്ട് കേട്ടോ. ഹണി ബി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എലിഫന്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ബ്ലാക്ക്. ഡോഗ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം എ ഡോഗ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശരിയായിട്ട് ഈ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. എഴുതിയില്ലേ? യെസ്, എഴുതി. ഫ്രോഗ് പറഞ്ഞു ഐ ക്യാൻ ജംപ്. ഹണിബി പറഞ്ഞു ഐ ലൈക്ക് ഫ്ലവേഴ്സ്. റൂസ്റ്ററിന് നേരെ വരയ്ക്കേണ്ടത് ഐ സേ കൊക്കഡൂഡിൽ ഡു. എലിഫന്റുമായിട്ട് വരയ്ക്കേണ്ടത് ഐ ആം ബ്ലാക്ക്. ഡോഗുമായിട്ട് വരയ്ക്കേണ്ടത് ഐ ആം എ ഡോഗ്. ഓക്കെ, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സെന്റൻസ് ആയിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി.
ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു നോക്കാം. ആഡ് എ ലൈൻ ടു ദ സോങ്. ഇവിടെ പാരറ്റ് പാടുക. ഇത് പോളിയാണ് കേട്ടോ. പോളി ഓർമ്മയുണ്ടോ? പോളിയുടെ ചങ്ങാതിമാർ ആരൊക്കെയാ? എലിഫന്റ് ഉണ്ടായിരുന്നു, ഡക്ക് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? യെസ്, രണ്ടാമത്തെ യൂണിറ്റിൽ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് us ഡാൻസ് അണ്ടർ ദ ട്രീ. ഇപ്പോൾ നോക്കിയേ, ഹായ് ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ റിപ്പീറ്റ് ചെയ്യാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളും റിപ്പീറ്റ് ചെയ്യുക. കം വിത്ത് മീ, കം വിത്ത് മീ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ലെറ്റ് us ഡാൻസ്. ഇവിടെ ലെറ്റ് us അണ്ടർ ദ ട്രീ ആണ്. മരത്തിന്റെ അടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ ലെറ്റ് us ഡാൻസ് ഉണ്ട്. അടുത്ത നമുക്ക് എന്താ പറയാ? ലെറ്റ് us വാക്ക് എന്ന് എഴുതിയാൽ ശരിയാണ്. ലെറ്റ് us സിംഗ് എന്ന് എഴുതിയാൽ ശരിയാണ്. അത് കുട്ടികൾ എന്താണോ എഴുതിയത് നിങ്ങൾക്കിവിടെ വാക്ക് ചേർക്കാം, സിംഗ് ചേർക്കാം, ഡാൻസ് ചേർക്കാം, പ്ലേ ചേർക്കാം, ഏത് എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പം ടീച്ചർ ഇവിടെ എഴുതുന്നത് ലെറ്റ് us പ്ലേ. നമുക്ക് എന്ത് ചെയ്യാം? കളിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ലെറ്റ് us പ്ലേ എന്ന് എഴുതാം, ലെറ്റ് us സിംഗ് എന്ന് എഴുതാം, ലെറ്റ് us വാക്ക് എന്ന് എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഇനി ഇവിടെ നമ്മുടെ ഡക്ക് ഉണ്ട്, പോളിയുടെ ഫ്രണ്ട് ഡക്ക് ഉണ്ട്. ഡക്ക് എന്തായിരിക്കും പറയുക? അതെന്ത് ചെയ്യുക? എഴുതുക. ഹായ് ഡിയർ ഫ്രണ്ട്സ്, റിപ്പീറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഇവിടെ എഴുതണമായിരുന്നു? ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ. രണ്ടാമത്തെ ലൈനും റിപ്പീറ്റ് ആയിരുന്നു, മുകളിലും താഴെ. അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. കം വിത്ത് മീ, ലെറ്റ് us. ഇവിടെ നമ്മൾ പ്ലേ പറഞ്ഞു, മുകളിൽ ഡാൻസ് ഉണ്ട്, ഇവിടെ പ്ലേ പറഞ്ഞു. നമുക്കിവിടെ എന്ത് ചെയ്യാം? ലെറ്റ് us സിംഗ്, നമുക്ക് പാടാം. അല്ലെങ്കിൽ ലെറ്റ് us വാക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അണ്ടർ ദ ട്രീ. ഇങ്ങനെ 4 ലൈനും നമ്മുടെ ഈ ഫ്രണ്ട് ഡക്ക് ഫ്രണ്ട് പറയുന്നതായിട്ട് എഴുതണം. അപ്പോൾ ഫുൾ മാർക്സ് കിട്ടും. ഇതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, എല്ലാവരും 5 ക്വസ്റ്റ്യനും നല്ലതുപോലെ അറ്റൻഡ് ചെയ്തുവല്ലോ. ഫുൾ മാർക്സ് കിട്ടത്തില്ലേ? യെസ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് ക്ലാസ്സുമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.